നമസ്കാരം. തൃശൂർ പോട്ട ഫെഡറൽ ബാങ്കിൽ കവർച്ച നടത്തിയ പ്രതി റിജു ആന്റണിയെ കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി അനുവദിച്ചിരിക്കുന്നത്. ഇന്നലെ തെളിവെടുപ്പ് എല്ലാം കഴിഞ്ഞിരുന്നു. 5 ദിവസത്തെ കസ്റ്റഡി ഇതാണ് പോലീസ് സമർപ്പിച്ചിരുന്നത്. ആ കസ്റ്റഡി അപേക്ഷ ഇന്ന് രാവിലെയാണ് കോടതി പരിഗണിച്ചത്. 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. 20-ാം തീയതി രാവിലെ 10 മണിക്ക് പ്രതിയെ കോടതിയിൽ വീണ്ടും പോലീസ് ഹാജരാക്കണം. നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രതിയുടെ വസ്ത്രങ്ങൾ ചിലത് ഈ കൃത്യത്തിന് ഉപയോഗിച്ചു അതിനുശേഷം മാറിയ വസ്ത്രങ്ങളൊക്കെ തന്നെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കസ്റ്റഡി അതിനും കൂടി വേണ്ടിയാണ് കസ്റ്റഡി അപേക്ഷ ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ പ്രതി ഇനി ആരുടെയെങ്കിലും സഹായം തേടിയിട്ടുണ്ടായിരുന്നോ, ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്ന് മറ്റേതെങ്കിലും തരത്തിൽ ഈ കവർച്ചയ്ക്ക് മാത്രമല്ല കവർച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾക്കും സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. തെളിവെടുപ്പ് നടപടികളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിരുന്നു. ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, ഇനി ഈ കൃത്യത്തിലേക്ക് നയിച്ചത് അതിനോടൊപ്പം തന്നെ മറ്റാരെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കാനുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. നമസ്കാരം. നന്ദി. നമസ്കാരം.